പട്ടിണി കഥകൾ ഗാസയിൽ നിന്നും പുറത്തുവരുമ്പോൾ ഗാസ കൈയാളുന്ന ഹമാസ് ഭീകര സംഘടനയുടെ സ്വന്തം ജനങ്ങളോടുള്ള ചതിയുടെ ചിത്രവും തെളിയുകയാണ്. ഗാസയിലെ യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന മാനുഷിക സഹായങ്ങൾ മോഷ്ടിക്കുകയും അത് കരിഞ്ചന്തയിൽ വിറ്റ് സാമ്പത്തിക നേട്ടം കൊയ്യുന്ന ഹമാസ് ക്രൂരതയാണ് ഗാസയിൽ കാലങ്ങളായി നടന്നുവന്നിരുന്നത്. ദുരിതങ്ങളിൽ നിന്നും ദുരിതങ്ങളിലേക്ക് ജനങ്ങളെ തള്ളിവീഴ്ത്തുന്ന ഹമാസ് പ്രപ്പഗാന്ധകളായിരുന്നു പട്ടിണി കഥകളെന്ന് ഇന്ന് ലോകം തിരിച്ചറിയുന്നു. 365 ചതുരശ്ര കിലോമീറ്റർ മാത്രം വരുന്ന ഗാസയിൽ അധിവസിക്കുന്നത് ഏകദേശം 20 ലക്ഷത്തിലേറെ ജനങ്ങളാണ്. 2023 ഒക്ടോബർ 7 ശേഷമുള്ള യുദ്ധകാലത്ത് അവിടുത്തെ ജനങ്ങളെ പോറ്റാനായി നിരവധി രാജ്യങ്ങളിൽ നിന്നും അനവധി സന്നദ്ധ സംഘടനകളിൽ നിന്നും ഒട്ടേറെ സഹായങ്ങളാണ് ഗാസയിലേക്ക് ഒഴുകിയെത്തിയത്. മാസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേൽ സൈനിക നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗാസയിലേക്കുള്ള മാനുഷിക സഹായം കുറച്ചതും നിർത്തലാക്കിയതും. ഗാസയിലേക്ക് വരുന്ന മാനുഷിക സഹായങ്ങൾ ജനങ്ങളിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഹമാസ് ട്രക്കുകളോടുകൂടി തട്ടിയെടുക്കുന്നുവെന്ന് ആക്ഷേപം മുൻപേ ഉയർന്നിരുന്നു. ഇസ്രായേലിന്റെ റൈഡുകളിൽ അത് തെളിയിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ യുഎന്നിന്റെ 100ഓളം ട്രക്കുകളാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ ഗാസ ബോർഡർ ക്രോസിംഗ് ആയ കരീം ഷാലോം കഴിഞ്ഞാലുടൻ ട്രക്കുകൾ ഹമാസ് തട്ടിയെടുക്കുകയും അത് പിന്നീട് ഹമാസ് തുരങ്കങ്ങളിൽ ശേഖരിക്കപ്പെടുകയുമാണ് ഉണ്ടായിരുന്നത്. ഈ സാധനങ്ങൾ വിശന്നു വയറൊട്ടിയ സ്വന്തം ജനത്തിന് കരിഞ്ചന്തയിൽ വിൽക്കുന്ന തരത്തിൽ മാനസിക വൈകല്യം നിറഞ്ഞ ഹമാസ് പ്രവർത്തനങ്ങളാണ് ഗാസയിൽ നാളുകളായി നടന്നു പോന്നത്. ഗാസയിൽ ഉടൻ പട്ടിണി മരണങ്ങൾ നടക്കുമെന്ന വ്യാജ പ്രപ്പഗാന്ധ സൃഷ്ടിച്ച് നേട്ടം കൊയ്യാൻ ഹമാസ് ശ്രമിച്ചെങ്കിലും യാഥാർത്ഥ്യങ്ങൾ മൂടിവെക്കുവാൻ ഭീകരർക്ക് സാധിച്ചിട്ടില്ല. ഹമാസ് ട്രക്കുകൾ തട്ടിക്കൊണ്ടുപോകുന്ന വീഡിയോകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഹമാസ് പറയുന്നത് ഗാസയിൽ ട്രക്ക് തട്ടിയെടുത്തത് ഭക്ഷ്യക്ഷാമം മൂലം വലഞ്ഞ ചിലർ ആണെന്നും ഈ പണി ചെയ്ത 20 പേരെ കൊന്നുവെന്നുമാണ്. എന്നാൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇക്കാര്യവും അംഗീകരിച്ചിട്ടില്ല. തെളിവ് സഹിതം ഹമാസ് ചെയ്തികൾ പുറത്തുവിടുകയും ചെയ്തു. ട്രക്ക് തട്ടിയെടുക്കുന്ന പലരുടെയും കൈകളിൽ തോക്കുകൾ കാണാം. ഗാസയിൽ ഹമാസിന്റെ കയ്യിലല്ലാതെ സിവിലിയൻസിന്റെ കയ്യിൽ തോക്കില്ല. അതുകൊണ്ട് തന്നെ ഹമാസ് തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് ഇസ്രായേൽ പറയുന്നു. മാത്രമല്ല, ഇപ്പോൾ ഹമാസ് കൊന്നുവെന്ന് പറയുന്നത് ട്രക്ക് തട്ടിയെടുത്തതിനുള്ള ശിക്ഷയല്ലെന്നും മറിച്ച് അതിന്റെ വീഡിയോ എടുത്തതിന് ആണെന്നുമാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഗാസയിൽ UN മാത്രമല്ല ഭക്ഷണ വിതരണം നടത്തുന്നത്. ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന GHF, വേൾഡ് സെൻട്രൽ കിച്ചൺ എന്ന WCK, ഹഫീസി ചാരിറ്റബിൾ സൊസൈറ്റി ഓഫ് ബംഗ്ലാദേശ് എന്നീ സംഘടനകളും ഇസ്രായേൽ സർക്കാരിന്റെ എയ്ഡഡ് ട്രക്കുകളും ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട്. അതേസമയം ഗാസയിൽ ഭക്ഷ്യക്ഷാമമുണ്ടെന്ന് ചില കേന്ദ്രങ്ങൾ പറയുമ്പോൾ ഭക്ഷ്യട്രക്കുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഈ വർഷം എത്തിയെന്നും ഈ ആഴ്ച മാത്രം 150ഓളം ട്രക്കുകൾ എത്തിയെന്നുമാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. UN പുറമേയുള്ള സഹായം ചേർത്ത് 500ഓളം ട്രക്കുകൾ ഈ ദിവസങ്ങളിൽ ഗാസയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളെക്കാളും ഇത് കൂടുതലുമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.